അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബൊറൂട്ടോ അവൻ ഹിനറ്റയോട് പറയും, ഞാൻ ഇപ്പൊ തന്നെ സാസുകയുടെ അടുത്തേക്ക് പോവാണ്. അദ്ദേഹം വളരെ കുറച്ച് കാലം മാത്രമേ വില്ലേജിലുണ്ടാവൂ. സോ ഒരു മിനിറ്റ് പോലും വിടാതെ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ട്രെയിനിങ് എടുക്കാനൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്കും ആളെപ്പോലെ സ്ട്രോങ് ആവാൻ പറ്റൂ. ഉടനെ ഹിനറ്റയ്ക്കാണെങ്കിൽ അത് കേട്ട് ചിരി വരും. നീ ആക്ച്വലി നിന്റെ പപ്പയെ പോലെ തന്നെയാണ്. നിനക്കൊരു കാര്യം അറിയോ, നിന്റെ പപ്പയ്ക്കും സാസുകയെ പോലെ തന്നെ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മാസ്റ്റർ ഉണ്ടായിരുന്നു. സാസുകയെ പോലെയല്ല, സാസുകയെ കഴിഞ്ഞും നമ്പർ 1 ആയിരുന്ന ഒരു മാസ്റ്റർ ചിറയ്യ. ഉടനെ ഹിനട്ടയാണെങ്കിൽ ഇപ്പൊ പഴയ ഫോട്ടോസ് അതൊന്നൊന്നായിട്ട് കാണിച്ചു കൊടുക്കും. മാസ്റ്റർ ജിറയുടെ ഫോട്ടോ കണ്ട് ഇപ്പൊ ഹീമാവരിയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഷോക്കാവും. ബൊറൂട്ടോ പറയും, യെസ്, ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അറിയാം ആൾ ചില്ലറക്കാരനല്ല എന്ന്. അപ്പൊ വളരെ ലക്കിയാണ് ഇതുപോലൊരു നമ്പർ 1 മാസ്റ്ററിനെ കിട്ടാൻ. ഹിനട്ട, നെജി, കിബ എന്നിങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസ് അതിൽ കാണും. പക്ഷേ ബൊറൂട്ടോ ആ ആൽബം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ട് പോലും അതിൽ സാസുകയുടെ ഒരു ഫോട്ടോ പോലും ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും ഹിനട്ട പറയുക, ആ സമയത്ത് സാസുക അവൻ ഞങ്ങളുമായിട്ട് വലിയ കമ്പനിയൊന്നും അല്ലായിരുന്നു. അവൻ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം. അവൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു. എല്ലാവരും അവന്റെ ഫാൻസ് ആയിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാസുകയുടെ വീട് കാണിക്കും. അവിടെയാണെങ്കിൽ സാക്കുറയും സാറുടെയും ചേർന്ന് ഇപ്പൊ ഗംഭീരമായിട്ടുള്ള ഒരു ലഞ്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ ഒരു കോളിംഗ് ബെൽ സൗണ്ട് കേൾക്കും. സാറുടെ ഒരുപാട് ഹാപ്പി ആയിട്ട് ഡോറ് പോയി തുറക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ബൊറൂട്ടോ. ഹായ് സാറടാ, ഇത് ഞാനാണ് ബൊറൂട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്റെ പപ്പ സാസുകയെ ഒന്ന് കാണണം. അവള് ക്യാഷ്വലായിട്ട് പറയും, പപ്പ ഇവിടെ ഇല്ല, അത്യാവശ്യമായിട്ട് ഹൊക്കാഗ ഓഫീസിൽ പോയിരിക്കുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് സാസുകയെ കാണണം. ജിറയ എന്ന് പറയുന്ന ആളെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ അദ്ദേഹത്തോട് ചോദിക്കാനാണ്. സാറുടെക്കാണെങ്കിൽ ഇപ്പം ആ പേര് കേൾക്കുമ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്യും. ജിറയ, ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. പപ്പ ഇദ്ദേഹത്തെക്കുറിച്ച് മുൻപ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഓൾറെഡി ഒരുപാട് ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ പപ്പയോട് ചോദിക്കുന്നതിന് പകരം നീ ബുക്ക് സ്റ്റോളിലേക്ക് പോയി ആ ബുക്ക് അന്വേഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസും അത് കൂടുതലായിട്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി അവർക്ക് രണ്ടുപേർക്കും അറിയില്ല നമ്മുടെ ജിറയ്യ മാമൻ എഴുതി കൂട്ടിയത് മുഴുവൻ അഡൾട്ട് ബുക്സ് ആണെന്ന്. അവരാണെങ്കിൽ ഇപ്പൊ ആ ബുക്സ് വാങ്ങിക്കാനായി ബുക്ക് സ്റ്റാളിലേക്ക് പോകും. അങ്ങനെ അല്പദൂരം മുൻപിലേക്ക് വരുമ്പോ ഒരു കള്ളൻ മുൻപിലുള്ള ഒരു ലേഡിയുടെ ബാഗ് അടിച്ചുകൊണ്ട് ഓടുന്നത് അവർ കാണും. ബൊറൂട്ടോയും സാറുടെയും അവന്റെ പിന്നാലെ ഫോളോ ചെയ്ത് വരുമെങ്കിലും അപ്പോഴേക്കും കിബയും ടിനോ മാസ്റ്ററും അവർ രണ്ടുപേരും ചേർന്ന് ആ കള്ളനെ പിടിച്ച് ബാഗ് അവർക്ക് തിരികെ കൊടുക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര സന്തോഷാവും. ബൊറൂട്ടോ ഓടി വന്ന് ഇപ്പൊ ജിറയ്യ മാമന്റെ ആ ബുക്സിനെ കുറിച്ച് അവരോട് ചോദിക്കുകയാണ്. അവർ ഒരു സെക്കൻഡ് അവന്റെ ചോദ്യമൊക്കെ കേട്ട് ഷോക്കാവും. മാമന്റെ ബുക്ക് അത് വായിക്കാൻ കൊള്ളില്ല എന്നെങ്ങനെ ബൊറൂട്ടോയോടും സാറടയോടും പറയും. അവരാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ കിബ പറയും, ആ ബുക്സ് കുട്ടികൾ വായിക്കേണ്ടതല്ല. ജിറയ്യ മാസ്റ്റർ ആളൊരു സനിയനായിരുന്നു. ആളുടെ ടീമിലെ 2 കമ്പാനിയൻസ് ആയിരുന്നു. ഒന്ന് ഒറോച്ചിമാറു, മറ്റൊന്ന് ഹൊക്കാഗെ ആൻറ്റിയും. അവർ 3 പേരുമായിരുന്നു പഴയ ടീം. അവരുടെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മൂവർ സംഘത്തെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ആക്ച്വലി അദ്ദേഹം എഴുതിയ ആ ബുക്സ് അത് നിങ്ങൾ വായിക്കാറായിട്ടില്ല. ഇപ്പം കൂടെ മെച്ചൂർഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് ആ ബുക്സ് വായിക്കാം, അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ ബുക്ക് വായിക്കണം എന്ന് തന്നെയാണ്. അവനിപ്പോ സാറുടെയും കൂട്ടി ചോച്ചിയുടെയും ചോച്ചോരുടെ അടുത്തേക്ക് വരും. അതിനുശേഷം ചോച്ചിയോട് ആ ബുക്കിനെ കുറിച്ച് ചോദിക്കും. ആ ബുക്കിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചോച്ചിക്ക് അവന്റെ ബോഡി ആകെ നടുങ്ങി വിറയ്ക്കും. ചോച്ചിയാണെങ്കിൽ നൈസായിട്ട് ഇപ്പൊ വിഷയം അത് ഡൈവേർട്ട് ചെയ്ത് വിടും. അതിനുശേഷം മാസ്റ്റർ ജിറയെ കുറിച്ചുള്ള ഒരുപാട് അടിപൊളി കാര്യങ്ങൾ അതവർക്ക് പറഞ്ഞു കൊടുത്ത് ആ ബുക്സിനെ കുറിച്ചുള്ള ടോപ്പിക്ക് അത് ഇല്ലാതാക്കാൻ തുടങ്ങും. അപ്പൊ ഷോപ്പിൽ ആരൊക്കെയോ ഇപ്പൊ ഡ്രസ്സ് വാങ്ങാനായി അവർ അടുത്തേക്ക് വരും. ആ ഗ്യാപ്പില് ചോച്ചോയും ബൊറൂട്ടോയും സാറുടെയും അവർ നൈസായിട്ട് അവിടുന്ന് മുങ്ങി ഡയറക്റ്റ് ആയിട്ട് ബുക്ക് ഷോപ്പിലേക്ക് വരും. അതിനുശേഷം ജിറയ്യ മാമന്റെ ബുക്ക് അത് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ആളാണെങ്കിൽ ആ ഷെൽഫ് മുഴുവൻ ചെക്ക് ചെയ്യും. ആൾ അവിടെ ഉണ്ടായിരുന്ന ബുക്സ് മുഴുവൻ അരിച്ചു പെറുക്കി ഇപ്പൊ ഒരു വിധത്തില് ആ ബുക്ക് കണ്ടുപിടിച്ച് അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അടുത്ത നിമിഷം ചോച്ചോ അവൻ ഞൊട്ടിയിടയിൽ ആ ബുക്ക് തട്ടിയെടുക്കും. നിങ്ങളിപ്പോ ഈ ബുക്ക് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ബുക്കുമായി അവിടുന്ന് കടന്നു പോകും. വേറെ വഴിയില്ലാതെ ഇപ്പൊ ബൊറൂട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് സാസുകയുടെ അടുത്തേക്ക് വരും. സാസുകയാണെങ്കിൽ ജിറയ്യ മാമനെ കുറിച്ചും ആളും നറൂട്ടോ ആയിട്ടുള്ള കണക്ഷനും അങ്ങനെ എല്ലാം ഇപ്പൊ അവന് പറഞ്ഞു കൊടുക്കും. ബൊറൂട്ടോ ഉടനെ ഇപ്പൊ വീണ്ടും മാമന്റെ ബുക്കിനെ കുറിച്ച് ചോദിക്കും. അത് കേൾക്കേണ്ട താമസം സാസുക ടെൻഷനായി അവൻ അവിടെ നിന്ന് ഓടിച്ചു വിടും. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഒരുപാട് സാഡായി ബൊറൂട്ടോ അവൻ സാറുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ന്യൂസിൽ ബ്രാൻഡിക് പീസിനെ കുറിച്ച് ജേർണലിസ്റ്റ് പറയുന്നതായിട്ട് അവൻ കാണാം. പിന്നീട് വീണ്ടും അവൻ വീട്ടിലേക്ക് തിരികെ വന്ന്
പഴയ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഹിനട്ടയോട് ചോദിച്ചു മനസ്സിലാക്കും. അങ്ങനെ ഒരുപാട് നേരം ആ കഥയൊക്കെ കേട്ടിരിക്കുമ്പോഴായിരിക്കും ബൊറൂട്ടോയ്ക്ക് പെട്ടെന്ന് ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. നറൂട്ടോ അദ്ദേഹം ജിറയ മാസ്റ്ററുടെ ഏക ശിഷ്യനാണ്. സോ ഉറപ്പായാലും പപ്പയുടെ കയ്യിൽ മാസ്റ്ററിന്റെ ബുക്ക് ഉണ്ടാവും പറഞ്ഞ് ഇപ്പൊ റൂമിലേക്ക് വന്ന് അവിടെ മുഴുവൻ അരിച്ചു പെറുക്കും. അവൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ആ ബുക്കിന്റെ ഒരുപാട് കോപ്പി അവൻ അവിടെ വെച്ച് കിട്ടും. എന്തോ ഒരു ശബ്ദം കേട്ട് ഇപ്പൊ ഹിനട്ട അവള് ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. അപ്പൊ അവന്റെ കയ്യില് ജിറയ മാസ്റ്ററിന്റെ ആ ഒരു ബുക്ക് കാണും. അവള് ഷോക്കായിട്ട് ആ ബുക്ക് പിടിച്ചു മേടിച്ച് അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്താ ഇവിടെ സാസുക ആൾ ഒരുപാട് ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരും. സാസുകയെ കാത്തിരുന്ന് സാറുടെയും സാക്കുറയും ഉറങ്ങിപ്പോയി. ആൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകളെല്ലാം അവരുടെ ഡൈനിങ് ടേബിളിൽ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ആ വില്ലനെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ മുൻപിൽ പെടുന്നവരുടെ എല്ലാവരുടെയും ചക്ര പവർ അതങ്ങനെ അബ്സോർബ് ചെയ്ത് മുൻപോട്ടേക്ക് പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആ വില്ലൻ അവനാണെങ്കിൽ ലീഫ് വില്ലേജിന്റെ തൊട്ട് മുൻപിലെത്തി. അവനാണെങ്കിൽ ഗേറ്റിന് മുൻപിൽ നിൽക്കുന്ന സോൾജിയേഴ്സിനെ അവരെ മുഴുവനും തല്ലി തകർക്കുകയാണ്. അവസാനമായിട്ട് മിറായി അവളെ പിടിച്ചു വലിച്ച് കഴുത്തിനങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കും. സത്യം പറയും, ആ ടെയിൽഡ് ബീസ് പവർ അതുള്ളത് നിങ്ങളുടെ ഹൊക്കാഗയുടെ ബോഡിയിലല്ലേ? അതേസമയം മാങ്ഷനിലാണെങ്കിൽ നമ്മുടെ ഹൊക്കാഗയും ടീമും അവരിപ്പോ കാര്യമായിട്ട് എങ്ങനെയാ വില്ലനെ പിടിക്കാം എന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി സാസുക ഇപ്പൊ ഗ്രാമത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ആ വില്ലനെ കീഴ്പ്പെടുത്താൻ കഴിയും. ബൊറൂട്ടോ ആണെങ്കിൽ പുറത്തേക്ക് നോക്കും. ബൊറൂട്ടോയ്ക്ക് അറിയാം ആ വില്ലൻ ആവശ്യം അവന്റെ ബോഡിയിലുള്ള നൈൻ ടെയിലിനെ ആണെന്ന്. അപ്പൊ ഷിക്കമരു ആണെങ്കിൽ ഒരു ഹാപ്പി ന്യൂസും ഒരു ബാഡ് ന്യൂസും പറയും. ഹാപ്പി ന്യൂസ് അത് ബാക്കിയുള്ള ഗ്രാമങ്ങളും ആ വില്ലനെ പിടിക്കാനായിട്ട് ലീഫ് വില്ലേജിനോട് കൂടെ കൈകോർക്കാം എന്നായിരിക്കും. അപ്പോഴായിരിക്കും ബൊറൂട്ടോ അവൻ ഡോറും തല്ലി തുറന്ന് അകത്തേക്ക് കയറി വരിക. ബൊറൂട്ടോ ദേഷ്യപ്പെട്ട് പറയും, പപ്പ വില്ലനെ കണ്ടുപിടിക്കാനായിട്ട് ഗനിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേരയച്ചു. എന്നെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കി. എന്തുകൊണ്ടാണ് എന്നോട് മാത്രം അത്തരത്തിലൊരു വ്യത്യാസം അത് കാണിച്ചത്? ഞാനും അവരെ പോലെ ഒരു ഷിനോബി അല്ലേ? നാറൂട്ടോ ദേഷ്യപ്പെട്ട് പറയും, ഈ സമയത്ത് കുട്ടിക്കളി കളിക്കാനുള്ള സമയമല്ല. ഓൾറെഡി നീ ആ വില്ലനുമായിട്ട് ഏറ്റുമുട്ടിയതല്ലേ? അവന്റെ പവർ എന്താണെന്ന് നീ കണ്ടും കേട്ടും കൊണ്ടും മനസ്സിലാക്കിയില്ലേ? ആക്ച്വലി ഞാനും നിന്നെപ്പോലെ തന്നെയായിരുന്നു പണ്ട്. പക്ഷെ ഞാൻ കുറച്ചെങ്കിലും ചിന്തിച്ചു മാത്രമേ ഇത്തരത്തിൽ എടുത്തു ചാടാറുള്ളൂ. ഉടനെ സാസുക പറയും, ഈ ഒരു മിഷനിൽ ബൊറൂട്ടോ അവനായിരിക്കും എന്റെ ടീംമേറ്റ്. അത് കേട്ട് ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. പക്ഷെ ഷിക്കമരു ആള് തീർത്തു പറയും, സാസുക ഇതൊക്കെ സംഭവിച്ചാലും നീ ഒരു കാരണവശാലും ഗ്രാമം വിട്ടു പോവാൻ പാടില്ല. അതിന് സാസുക ഓക്കെ പറയും. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പോഴും അവന്റെ പപ്പ നറൂട്ടോടെ അദ്ദേഹത്തിന്റെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വേറെ വഴിയില്ലാതെ ഇപ്പൊ നറൂട്ടോയും അതിന് ഓക്കെ പറയും. അങ്ങനെ സാസുകയും ബൊറൂട്ടോയും ഇപ്പൊ സിറ്റിയിലൂടെ നടന്നു വരുമ്പോഴായിരിക്കും ബാക്കിയുള്ള സ്റ്റുഡൻസ് അവരെ മുഴുവനും റോഡിൽ കാണാം. അവര് ബൊറൂട്ടോയെ കാണുമ്പോൾ തന്നെ ഒരുപാട് ഹാപ്പി ആവും. അവര് പറയും, ഡെങ്കി അവൻ പുതിയൊരു ഡിവൈസ് കണ്ടുപിടിച്ചു, ഞങ്ങൾ അതിന്റെ ട്രയലിന് വേണ്ടി അതിനുവേണ്ടി എവിടേക്ക് വന്നതാണ്. ഡെങ്കി ആണെങ്കിൽ അവൻ കണ്ടുപിടിച്ച ആ ഒരു ഡിവൈസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ആക്ച്വലി ഇത് ഒരുപാട് പേരുടെ ബോഡിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അവരെവിടേക്ക് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നത് ഇതുപയോഗിച്ച് മോണിറ്റർ ചെയ്യാനും സിഗ്നൽ കൊടുക്കാനും ഒക്കെ സാധിക്കും. അത് കേൾക്കുമ്പോൾ ഇപ്പൊ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. അവനാണെങ്കിൽ ആ ഡിവൈസ് എല്ലാം മേടിച്ച് ഓരോരുത്തർക്കായി കൊടുത്ത് വില്ലനെ അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ്. ദൂരത്തായിട്ട് ഡെങ്കി അവന്റെ ലാപ്ടോപ്പിൽ അവർ പോകുന്നത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യും. ഷിക്കഡ ടീമും ടെൻടൺ ടീമും ആ രണ്ട് ടീമും ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് ഓരോ ഭാഗത്ത് അന്വേഷിക്കും. അവരെല്ലാവരും ഇപ്പൊ ഓൾമോസ്റ്റ് ആ വില്ലൻ എവിടെയുണ്ടെന്ന് കണ്ടെത്തി അവൻ റൗണ്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ സാസുകയുടെ മുഖത്ത് ഇപ്പോഴും വലിയൊരു ടെൻഷൻ കാണാനുണ്ട്. അവൻ ബൊറൂട്ടോയെ നോക്കും, നിനക്കൊരു കാര്യം അറിയോ? ആ വില്ലന് അവൻ എത്ര പേരുടെ വേണമെങ്കിലും പവർ അതങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് അവന്റെ കയ്യിൽ ഹോസ്റ്റേജ് ആയിട്ടുള്ളത് അത് മിറായി ആണ്. അവളുടെ ഗെഞ്ചിപ്സു അത് ഉറപ്പായിട്ടും അവൻ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ ടീമുകളെല്ലാം തന്നെ ആ വില്ലനാണെന്ന് കരുതി റൗണ്ട് ചെയ്യുന്നത് മറ്റാരും ആയിരിക്കില്ല, സാക്ഷാൽ മിറായി ആണെങ്കിൽ അവനൊരു ഗെഞ്ചിപ്സു ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാര്യം മനസ്സിലാക്കിയ ചോച്ചോ ആണെങ്കിൽ ഞൊടിയിടയിൽ ആ ഗെഞ്ചിപ്സു ബ്രേക്ക് ചെയ്ത് നടന്ന കാര്യം അവളോട് പറയും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ വില്ലൻ അവന്റെ കയ്യിലാണെങ്കിൽ അതിലൊരു ഇയർഫോൺ. അവൻ ആ ഇയർഫോൺ ഉപയോഗിച്ച് ബാക്കി ഗ്രാമത്തിനകത്തുണ്ടായിരുന്ന ഷിനോബികളെ എല്ലാം തന്നെ ഇപ്പൊ പുറത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പൊ ഗ്രാമത്തിലാണെങ്കിൽ ഷിനോബികൾ ആരുമില്ല. അവന്റെ ലക്ഷ്യം അത് നറൂട്ടോയെയും അവന്റെ ബോഡിയിലുള്ള ആ നൈൻ ടെയിലുമാണ്. കട്ട് ചെയ്ത ഇവിടെ സാസുവയ്ക്കും ബൊറൂട്ടോയ്ക്കും അവർക്ക് രണ്ടുപേർക്കും കാര്യം പിടികിട്ടും. അവർ ഉഷാറായിട്ട് നറൂട്ടോയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പൊ മാങ്ഷൻ ലക്ഷ്യമാക്കി ഓടുകയാണ്. ആ വില്ലനാണെങ്കിൽ ഇപ്പൊ മാങ്ഷനിലേക്ക് കയറിപ്പോവും. ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു ഡൗട്ട് തോന്നി അങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കും. അവൻ സാസുകയോട് പറയും, എന്റെ പപ്പ
അദ്ദേഹം നല്ല പവർഫുൾ ആണ്. ഒരു കാരണവശാലും ആ വില്ലൻ അവൻ ഡയറക്റ്റ് പോയിട്ട് പപ്പയായിട്ട് ഏറ്റുമുട്ടാൻ യാതൊരു ചാൻസും ഇല്ല. ഒരുപക്ഷെ അവന്റെ പ്ലാൻ അത് വേറെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ ബൊറൂട്ടോ അവൻ ചിന്തിച്ചു നിൽക്കും. അതേസമയം ഹൊക്കാഗയുടെ റൂമിന്റെ ആ ഒരു ഡോറ് അത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരുന്നത് അത് മറ്റാരും ആയിരിക്കില്ല, ഷിക്കമരുവിന്റെ അസിസ്റ്റന്റ് ആയിരിക്കും. അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് ഇപ്പൊ സാസുകയ്ക്കും തോന്നും. ഉടനെ ബൊറൂട്ടോയും സാസുകയും ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്യമാക്കി അവിടേക്ക് പോകും. അവിടെ എത്തുമ്പോ തന്നെ അവർ കാണും ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവനായിട്ടും ആ വില്ലൻ തകർത്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രത്യേക ഭാഗത്ത് ആ വില്ലൻ അവനാണെങ്കിൽ മുൻപ് ടിവിയിൽ കാണിച്ച ആ ഒരു പ്രത്യേകതരം ആന്റിക് വസ്തു അതിൽ ടച്ച് ചെയ്ത് അത് എനേബിൾ ചെയ്യാണ്. ഉടനെ ആ സാധനം അതൊരു ആമ പോലെ ആയി മാറി പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങും. അടുത്ത നിമിഷം അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പവർ പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും ബൊറൂട്ടോയും സാസുകയും ആ ഒരു റൂമിന്റെ വാതിലൊക്കെ തല്ലി തുറന്ന് ഇപ്പൊ അകത്തേക്ക് ഓടി വരിക. വില്ലനാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഡിവൈസിനകത്തേക്ക് അങ്ങനെ ചാടിക്കയറും. അതിന് തൊട്ടു പിന്നാലെ സാസുകയും ബൊറൂട്ടോയും അവരും ഇപ്പൊ അതിലേക്ക് കയറുകയാണ്. അവർക്ക് മനസ്സിലാവും അത് ആമയുടെ പവറാണ്, അവരിപ്പോ ഒരു ഡിഫറെന്റ് ഡയമെൻഷനിലാണെന്ന്. വില്ലൻ എന്തെങ്കിലും ചെയ്യും മുൻപേ സാസുക അവൻ ഡെനീങ്ക പവർ ഉപയോഗിച്ച് അങ്ങനെ വില്ലനെ താഴേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് അവിടുന്ന് ദൂരേക്ക് തള്ളി തെറിപ്പിക്കുകയാണ്. അതിനുശേഷം സാസുക അവന്റെ പവർ ഉപയോഗിച്ച് ബൊറൂട്ടോയും കൊണ്ട് ഗ്രാമത്തിന്റെ മറ്റേതോ ഒരു കോണിലേക്ക് അങ്ങനെ തിരികെ എത്തും. അവരാണെങ്കിൽ അവിടുന്ന് നടന്ന് കുറച്ച് മുൻപോട്ടേക്ക് പോകും. അപ്പോൾ വേറെ ഏതോ ഒരു ഗ്രാമത്തിലേക്കായിരിക്കും അവരിപ്പോ വന്നെത്തുക. ബൊറൂട്ടോ പറയും, അല്ല ഇത് ലീഫ് വില്ലേജ് തന്നെയാണ്. പക്ഷെ സാസുക അവനാണെങ്കിൽ ആ സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ എന്തൊക്കെയോ ചേഞ്ച് ഉണ്ടെന്ന്. സാസുക ഷോക്കായിട്ട് ഇപ്പൊ ബൊറൂട്ടോട് പറയും, ബൊറൂട്ടോ നമ്മളിപ്പോൾ ലീഫ് വില്ലേജിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്, പ്രസന്റ് ലീഫ് വില്ലേജിലേക്കല്ല പാസ്റ്റ് ലീഫ് വില്ലേജിലേക്ക് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.